ഹായ് ഹലോ വെൽക്കം ടു ജോസ് ലിറ്റിൽ വേൾഡ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു കുട്ടി വ്ളോഗിലേക്ക് കിടക്കുകയാണ്. വ്ളോഗ് എടുക്കാനും അത് ഷൂട്ട് ചെയ്യാനും ഒക്കെ പൊതുവേ മടിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിൽ അങ്ങനെ ത്രൂ ഔട്ട് ഒരുപാട് വീഡിയോസൊന്നും നിങ്ങൾ കാണാത്തതും. കാണാനും വേണ്ടി അധികം ആളില്ലതാനും. എന്നാലും ചെറിയ ചെറിയ വ്ളോഗുകൾ ചെയ്യണം, യാത്രകൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നുള്ളതൊരു വലിയ ആഗ്രഹമാണ്. കാരണം ഞാൻ പോകുന്ന സ്ഥലങ്ങളും കാണുന്ന കാഴ്ചകളും ഒന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കാത്ത വ്യക്തിയാണ് ഞാൻ. വളരെ പുവർ മെമ്മറിയാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോവുകയും സ്ഥലങ്ങളുടെ പേരുകളും എല്ലാം ഒന്നും എൻ്റെ ഓർമ്മകളിൽ അങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ കാണുന്ന യാത്രകളൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ആയി ചെയ്ത് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം നമ്മുടെ യൂട്യൂബല്ലേ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ലണ്ടനിൽ അല്ലെങ്കിൽ UK വന്നാൽ ആളുകൾ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, വരുന്ന ആളുകളെല്ലാം പോകുന്ന ഒരു സ്ഥലമാണ്. എന്താ പറയുക, ഒന്നും കിട്ടുന്നില്ല പറയാൻ. പക്ഷേ 14 വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ് വിൻ്റർ വണ്ടർലാൻഡ്. അതെ, അങ്ങനെ ഞാൻ അവസാനം വിൻ്റർ വണ്ടർലാൻഡിൽ കുട്ടികളുമായിട്ട് എത്തിയിരിക്കുകയാണ്. UK വരുന്നവരെല്ലാവരും വിൻ്റർ ആവുമ്പോൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് വിൻ്റർ വണ്ടർലാൻഡ്. പക്ഷേ ഞാനിവിടെ എത്താൻ 14 വർഷമായെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കേട്ടറിവ് മാത്രമേ ഉള്ളൂ വിൻ്റർ വണ്ടർലാൻഡിനെ പറ്റി. പക്ഷേ ഇന്ന് കണ്ടറിയാൻ പോവുകയാണ്. പക്ഷേ എന്നെപ്പോലെ ഒരു വ്യക്തി എത്രത്തോളം ഇത് എൻജോയ് ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ പൊതുവേ റൈഡ്സിലൊക്കെ കയറാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. എനിക്ക് കയറാൻ പേടി മാത്രമല്ല, കയറിക്കഴിഞ്ഞാൽ തലവേദന, തലകറക്കം, പിന്നെ ആ ദിവസം മൊത്തം സ്പോയിലായിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കൊന്നും കടക്കാറില്ല. പക്ഷേ വിൻ്റർ വണ്ടർലാൻഡിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം രാത്രിയാണ്. ഇരുട്ടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് കാണുന്നതാണ് ഏറ്റവും മനോഹരം. എന്തുമാത്രം ലൈറ്റിംഗ് ആണ്, എത്ര മനോഹരമാണെന്നറിയാമോ കാണാനായിട്ട്. ഇവിടെ എല്ലാം ഗെയിം സ്റ്റോളുകളാണ് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേളിലൊക്കെ നല്ല വലിയ വലിയ ടെഡീസ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഈ ഗെയിമൊക്കെ കളിച്ച് വിൻ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ളതാണ് ഈ വലിയ ടെഡീസ്. അതിന് നമ്മൾ ഒരു ഗെയിമൊന്നും കളിച്ചാൽ പോരാ, ഒരുപാട് ഗെയിം കളിക്കുകയും അതിലെല്ലാം വിൻ ചെയ്യുകയും ചെയ്യണം. അത്ര എളുപ്പമൊന്നുമല്ല ഈ ഗെയിമൊന്നും വിൻ ചെയ്യുക എന്നുള്ള കാര്യം. അതൊക്കെ ഒരു ലക്ക് പോലെ ഇരിക്കും. അങ്ങനെ ഇവിടുത്തെ ലൈറ്റും മനോഹരമായ റൈഡ്സും ഒക്കെ ഇങ്ങനെ കണ്ട് നടന്ന് കാണുകയാണ് ഞങ്ങൾ. ചെറിയ കുഞ്ഞു റൈഡ്സിലൊക്കെ കുട്ടികളെ കയറ്റുന്നുണ്ട്. അമ്പിക്ക് കയറാൻ പറ്റുന്നതിനകത്തൊക്കെ അവൾ കയറുന്നുണ്ട്. ഞാനും അതേ, പൊതുവേ രജീഷും അതെ. ഞങ്ങളിങ്ങനെ റൈഡ്സിൽ കയറാൻ പൊതുവേ മടിയുള്ള ആളുകളാണ്. പക്ഷേ അതെല്ലാം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് സുധിക്കുവാണ്. പക്ഷേ ഞങ്ങൾ പുറകോട്ട് വലിയുന്നതുകൊണ്ട് തന്നെ മിക്കതിലും അവൾക്ക് കയറാൻ പറ്റാറില്ല. പക്ഷേ അവൾക്ക് തനിയെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ഞങ്ങൾ അവളെ കയറ്റി വിടാറുണ്ട്. പിന്നെ അമ്പിയാണെങ്കിൽ കുഞ്ഞായതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റുന്ന കുഞ്ഞു റൈഡ്സുകളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ഹോഴ്സ് റൈഡിനകത്ത് അവർ കയറി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന്, സത്യം പറഞ്ഞ ഈ ഒരു ഏരിയയിൽ എങ്ങോട്ട് നടക്കണമെന്നൊരു പിടിയുമില്ല. ഫുള്ളി എന്ത് ക്രൗഡഡ് ആയിരുന്നു എന്നറിയാമോ. ഞങ്ങൾ പോകുന്നതിന് ഒരു 2-3 ദിവസം കഴിഞ്ഞ് January 1 അതാണ് ഇതിൻ്റെ വിൻ്റർ വണ്ടർലാൻഡിലെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീക്ക് ഡേ ആയിട്ട് കൂടി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് വേണമെന്ന് പറയാം. പിന്നെ അതാണ് ഞങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചു. ഒരു ഡക്കിനെ പിക്ക് ചെയ്താൽ അതിൻ്റെ അടിയിലൊരു നമ്പർ കാണും. ആ നമ്പറിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ടോയ്, ആ തൂങ്ങിക്കിടക്കുന്ന ടോയ്സിനകത്തു നിന്നെല്ലാം നമുക്ക് എല്ലാം ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്തു നിന്ന് നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ആ നമ്പർ അനുസരിച്ച്. ഞങ്ങൾ പിക്ക് ചെയ്ത ഡക്കിൻ്റെ അടിയിൽ നമ്പർ 2 ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവളൊരു സ്നോമാൻ പോലത്തെ ഒരു സംഭവമാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടോയും മേടിച്ചിട്ട് വീണ്ടും നടന്നു. പിന്നെ എവിടെ എത്തിയത്, പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് വേറെ റൈഡ്സുകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. ഒന്നിലും കയറാനുള്ള ധൈര്യം എനിക്കില്ല എന്തായാലും. ഇവിടെ മൊത്തം ഫുഡ് സ്റ്റാളുകളും ഗെയിംസിൻ്റെ സ്റ്റാളുകളും പിന്നെ ഒരു മാജിക് സർക്കസ് എന്ന് പറഞ്ഞാൽ അതിൽ കയറണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ കയറുവാണെങ്കിൽ അതിലൊരു ഫണ്ണുള്ളൂ. അപ്പോൾ രജീഷ് പിൻവലിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറി. പിന്നെ കയറാൻ തോന്നിയില്ല. പിന്നെ ഒരു കാറിൻ്റെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അതിൽ അമ്പിയെ കയറ്റി. അവൾ ശരിക്കും എൻജോയ് ചെയ്തു. അവളാണ് ആ കാർ ഓടിക്കുന്നതെന്നുള്ള ധാരണയിൽ അവൾ ശരിക്കും അത് എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഉള്ള ഒരു ഗെയിമിൽ ചില ഗെയിമുകളൊക്കെ കളിച്ചു, ഒന്നും വിൻ ചെയ്തിട്ടില്ല.
ചിലത്. ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, ഇത് നല്ലതായിരുന്നു. ഇതിങ്ങനെ ഒരു റൈഡ് പോലെയാണ്. നമ്മൾ ബോൾ ഇടുന്ന അത് ബോൾ പോയി വീഴുന്ന ഹോളിൻ്റെ ഫോഴ്സ് അനുസരിച്ചാണ് ആ സംഭവം മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് വിൻ ചെയ്യും. ആ ബോൾ വീഴുന്ന ഓരോ ഹോളിനും ഓരോ ഫോഴ്സാണുള്ളത്. ഇപ്പോൾ റെഡിൽ വീഴുവാണെങ്കിൽ കൂടുതൽ ഫോഴ്സ്, ബ്ലൂവിൽ വീഴുവാണെങ്കിൽ അതിൻ്റെ കുറഞ്ഞത്, യെല്ലോ ആണെങ്കിൽ ഏറ്റവും കുറവ്. അപ്പോൾ സുധിയാണത് കളിച്ചത്. ആ ഗെയിമിൽ അവൾ വിൻ ചെയ്തു ഗൈസ്. അതെ, അങ്ങനെ സുധി ഒരു ഗെയിം വളരെ മനോഹരമായി കളിച്ച് വിൻ ചെയ്ത് ഫസ്റ്റ് മേടിച്ചു. നമ്പർ 17 അതായിരുന്നു അവളുടെ നമ്പർ. അങ്ങനെ അവിടെ നിന്നും ഒരു ടോയ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം, ഇത്ര വലിയ ടോയ്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോയത് ട്യൂബിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ടോയ്സൊക്കെ കിട്ടിയാലും ഞങ്ങൾക്കത് ക്യാരി ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം കുഞ്ഞു ടോയ്സൊക്കെയാണ് ഞങ്ങൾ അധികവും മേടിച്ചത്. അത് തന്നെ കയ്യിൽ വെക്കാൻ പാടായിരുന്നു. പിന്നെ ഈ ബലൂൺ പോപ്പ് ചെയ്ത് അവിടെ നിന്നും ഒരു ടോയ് മേടിച്ചു. പിന്നെ ഞങ്ങൾ ചുറിയോസ് കഴിച്ചു. അതെ, സ്നാക്സ് അവിടെ ഇവിടെയൊക്കെ കണ്ട് നല്ല മണവും പുകയും ഒക്കെ അടിച്ച് നല്ല തണുപ്പായിരുന്നു അവിടെ. ആക്ച്വലി നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും ചെറിയ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് തണുപ്പ് കൂടിയിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ വിൻ്റർ വണ്ടർലാൻഡിൽ പോയത്. അവിടുന്ന് ഇങ്ങനെ ചൂട് സാധനങ്ങളൊക്കെ കഴിക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ തണുപ്പത്ത് നിന്നിട്ട് അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടന്ന് ഒരു കോർണർ മാത്രമേ ഞങ്ങൾ കവർ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരുപാട് വിശാലമായി കിടക്കുന്ന ഈ ഭാഗത്ത് ഈ വിൻ്റർ വണ്ടർലാൻഡിൽ എങ്ങോട്ട് പോകണമെന്നുള്ളത് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ഐസ് ബക്കറ്റ് ചലഞ്ചാണ്. ഇത് ആ ബോൾ കറക്റ്റ് ആ ഹോളിൽ ആ താഴെ ഇരിക്കുന്ന ബക്കറ്റിൽ വീഴണം. പക്ഷേ വീണില്ല. ഞങ്ങൾക്ക് 2 ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ, അത് വീണില്ല. ഇത് കണ്ടു, മനോഹരമായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ്. ഇവിടെ നിന്നും ഞങ്ങൾ പോകുന്നത് നേരെ ജൈൻറ്റ് വീലിൽ കയറാനായിട്ടായിരുന്നു. അതെ, അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ കണ്ടെത്തിയ ആകെ കൂടെ ഒരു റൈഡായിരുന്നു ജൈൻറ്റ് വീൽ. പൊതുവേ പതുക്കെ പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പേടിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. അതിൻ്റെ ഹൈറ്റിലെത്തുമ്പോൾ താഴോട്ട് നോക്കുന്നവർക്ക് അങ്ങനെ ആഴം പ്രശ്നമുള്ളവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാത്ത ഒരു സംഭവമാണിത്. കാരണം അത് വളരെ പതുക്കെ പോകുന്നത് കൊണ്ട് തന്നെ. കയറിയപ്പോൾ അമ്പിക്ക് ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ കയറിയിരുന്നു. ജൈൻറ്റ് വീൽ കൂടെ താഴേക്ക് നോക്കിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ ഈ വിൻ്റർ വണ്ടർലാൻഡ് 1/3 ഭാഗം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. എത്ര വിശാലമായിട്ട് എത്ര ദൂരത്തിൽ പരന്ന് കിടക്കുന്ന സംഭവമാണിതെന്നറിയാമോ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം വരണം, ഞങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കറങ്ങിയാണ് നിന്നത് എന്നുള്ളതാണ് സത്യം. ഇനിയും പോവാത്തതായിട്ട് ഒരുപാട് റൈഡുകൾ, കാണാത്തതായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, റൈഡുകൾ, ഗെയിംസുകൾ, ഇതെല്ലാം ഇങ്ങനെ വളരെ വിശാലമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരിടമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ജൈൻറ്റ് വീലിൽ നിന്നുള്ള ഈ വ്യൂ കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം വലിയ സംഭവമാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് പോയി കണ്ട് നല്ല പോലെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വിൻ്റർ വണ്ടർലാൻഡ്. ഞങ്ങൾ പൊതുവേ വളരെ കുറച്ച് മാത്രം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളുകളായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് വിഷമം സുധിയുടെ കാര്യത്തിലുള്ളൂ. അവളെ കൂടുതൽ റൈഡ്സിലൊന്നും കയറ്റാൻ ഞങ്ങൾക്കും പറ്റിയിട്ടില്ല. എൻ്റെ ഒടുക്കലത്തെ തലവേദനയും തലകറക്കമൊക്കെ കാരണം ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഇനി അവൾ ഒറ്റയ്ക്ക് പോകുമ്പം ഇതൊക്കെ എൻജോയ് ചെയ്യട്ടെ വളർന്നിട്ട്. അപ്പോൾ ഇതാണ്ടോ ഇവിടെ ഐസ് മൗണ്ടൈനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഭാഗത്തോട്ടൊന്നും പോയിട്ടേ ഇല്ല. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ജൈൻറ്റ് വീലിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, കറങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ നോക്കിക്കേ, എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. ലൈറ്റിൻ്റെ ഈ ക്യാമറയിൽ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, നല്ല നേരിട്ട് കാണുമ്പോൾ എത്ര മനോഹരമെന്നറിയാമോ ഈ ലൈറ്റിങ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് താഴെ കാണുന്നത്. ആ ലൈറ്റ് കാണുന്നതെല്ലാം വിൻ്റർ വണ്ടർലാൻഡ് ഏരിയയാണ്. അപ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ലൈറ്റിങ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഇതാണ് ജൈൻറ്റ് വീലിൻ്റെ മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ. വിൻ്റർ വണ്ടർലാൻഡ് മുഴുവൻ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ജൈൻറ്റ് വീലിൽ കയറിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു
വൈഡ് വ്യൂ തന്നെ കിട്ടും. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ലൈറ്റ് ടണലിൽ കൂടെ ഇങ്ങനെ വെളിയിൽ വന്നു. നല്ല രസമുണ്ട്, ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് ടണലാണത്. ഇവിടെ ആളുകൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കാഴ്ചകൾ കണ്ട് മതിയായി. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് അടുത്ത ക്രേപ്പ് കഴിക്കണമെന്ന് തോന്നി. അതിൻ്റെ ഫില്ലിങ്സ് ഇങ്ങനെ ന്യൂട്ടലയും ഡിഫറെൻറ്റ് ഫില്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ഫില്ലിങ് ഓർഡർ ചെയ്തതെന്നുള്ളത് ഞാൻ മറന്നുപോയി. എന്തോ ഒരു ക്രംബിൾ, അതിൻ്റെ പേര് എനിക്ക് ശരിക്കും കിട്ടുന്നില്ല, പക്ഷേ വളരെ ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങളുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാറായി. കാരണം നാളെ എനിക്ക് ലോങ് ഡേ ഉള്ളതാണ്, വർക്കിന് പോകേണ്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം നിൽക്കാനുള്ള സാഹചര്യമൊന്നും അല്ലായിരുന്നു. പിന്നെ തണുപ്പും ക്രമാതീതമായി നല്ല കൂടുതലായിരുന്നു. കൈയൊക്കെ മരവിച്ചിട്ട് വയ്യായിരുന്നു. അപ്പോൾ എത്രയും വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കണമെന്നതായിരുന്നു മനസ്സിൽ. അല്ലെങ്കിൽ ഈ തണുപ്പത്തൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ നമ്മുടെ ക്രീപ്പ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. വേറെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മധുരപ്രിയ ആയതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയുമില്ല. അപ്പോൾ എൻ്റെ സോസ് ഇതേണ്ട, അത് എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ശരിക്കും. ആ സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ വിൻ്റർ വണ്ടർലാൻഡിനോട് വിട പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത വർഷമോ അല്ലെങ്കിൽ ഇനി എപ്പോൾ വരുമെന്നറിയത്തില്ല. പക്ഷേ എന്നാലും UK വന്ന് 14 വർഷത്തിനിടയ്ക്ക് ആദ്യമായി വിൻ്റർ വണ്ടർലാൻഡ് സന്ദർശിച്ച സന്തോഷത്തിൽ ഞാൻ തൃപ്തയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു യാത്രകളും കുഞ്ഞു വ്ളോഗുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഇനി ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസ് കാണണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞു യാത്രാ വ്ളോഗുകളുമായിട്ടൊക്കെ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.